ഓക്കെ, അപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്കറിയാം. ഓക്കെ, കഴിഞ്ഞ സെഷനിൽ ഓസ്റ്റിൻ സാർ സെഷനിൽ ഞങ്ങൾക്കറിയാം നമ്മള് ഡീപ്പ് വർക്കിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെഷനും അതുപോലെ തന്നെ അതിന്റെ ഭാഗം സെക്കൻഡ് പാർട്ടായിട്ട് ഡീപ്പ് വർക്ക് പാർട്ട് 2 ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഓസ്റ്റിൻ സാർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് ഇന്ന്? ഓക്കെ, അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആര് ചെയ്തു? ഡീപ്പ് വർക്ക് പ്രാക്ടീസ് ചെയ്ത, ഡിസ്ട്രാക്ഷൻസ് പ്രാക്ടീസ് ചെയ്ത എത്ര പേരുണ്ട്? പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായവരൊന്ന് പറയാമോ? എനിത്തിങ്, എനി ഇംപ്രൂവ്മെന്റ്? എനിവൺ? ആരെങ്കിലും അത് ഓർക്കണ്ടോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർക്കുക. ആരും മിണ്ടുന്നില്ലേ? ആരെങ്കിലും ഒന്ന് മിണ്ട്. ഹലോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. മണി സാർ സംസാരിക്കുന്നുണ്ട്, ബട്ട് കേൾക്കുന്നില്ല മണി സാർ. വേറെ ആരും? സിന്ധു, പ്രീത, ഷൈനി, ഡിനോജ്, ദിവ്യ, പറയൂ. ദിവ്യ പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ ദിവ്യ. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തോ? എന്തെങ്കിലും ഉഷാറായോ? ഡീപ്പ് വർക്ക് എന്ന് പറയുമ്പോ നമ്മുടെ എന്താ പറയാ, വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. നമ്മൾ എന്താ പറയാ, കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈമിങ് കുറച്ച് കൂട്ടാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. 30 to 40 minutes ആക്കി. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അതിൽ. ഞാൻ ആദ്യം എന്റെ റിസൾട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടൊപ്പമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയില് ഐ കുഡ് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഒരു 3 പുസ്തകം തീർക്കാൻ പറ്റി. 3 പുസ്തകം തീർന്നു. അതിലൊന്ന് നമ്മുടെ ഡീപ്പ് വർക്ക് തന്നെയാണ്. ഡീപ്പ് വർക്ക് അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ഡു ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഹൗ ടു അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ എന്നൊരു പുസ്തകമുണ്ട്. അത് ഈ ഡു ഇറ്റ് ടുഡേയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. മൂന്നാമത്തെ ഒരു പുസ്തകം ജോൺ സി മാക്സ്വെലിന്റെ, അത് ഓൾമോസ്റ്റ് തീരാറായി. ജോൺ സി മാക്സ്വെലിന്റെ 3 റൂൾസ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അപ്പൊ അതും ആണ് ഇപ്പൊ വായിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് മൈ റിസൾട്ട്. അപ്പൊ എല്ലാവരും ക്ലാസ്സിന് റെഡി അല്ലേ? ഒരു എസ് ഒക്കെ അടിച്ചേ. നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾ ഉഷാറായിട്ട് നിന്നാലും നമുക്ക് ആക്ടിവിറ്റി ഒക്കെ തരാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ സൈഫ് സാറിന്റെ നല്ല മനോഹരമായ ശബ്ദത്തിലുള്ള മെഡിറ്റേഷൻ ഒക്കെ കേട്ട് എല്ലാവരും ഉറങ്ങിയോ കണ്ണടച്ചോയോ എന്നൊന്നും അറിഞ്ഞൂടാ. മണി സാറിനെയും ഉണ്ണീഷൻ സാറിനെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സംബന്ധിച്ച് നിങ്ങളുടെ ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൺലൈൻ ആണെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യായിരുന്നു. ഓഫ്ലൈൻ ആണെങ്കിൽ. ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾ കള്ളത്തരം കാണിക്കരുത് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ കള്ളത്തരം കാണിക്കാതിരുന്നാ നമുക്ക് കള്ളത്തരം കാണിക്കാതെ എങ്ങനെ സക്സസ് ആവാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും റെഡിയാണോ? എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരിക്കും, മെമ്മറി കുറവാണെന്ന്. ആണോ അല്ലയോ? മെമ്മറി കുറവാണ്, ഓർമ്മയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഒരു യെസ് എന്ന് അടിക്കാവോ? യെസ്. ഓക്കെ, അപ്പം കുഴപ്പമില്ല. നിങ്ങൾക്ക് മെമ്മറി ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ടാസ്ക് ഇതാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. അതിനകത്ത് ഒരു 10 വേർഡ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കും. ആ സ്ക്രീനിൽ കാണിച്ച വേർഡ്സ് ഞാനൊരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് സമയം തരും. അപ്പം 30 സെക്കൻഡ്സ് 30 to 1 minute വരെ 30 സെക്കൻഡ്സ് മതി. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. 30 സെക്കൻഡ്സ് സമയം തന്നിട്ട് നിങ്ങൾ ആ വേർഡ്സിനെ റിമൈൻഡ് ചെയ്യണം. ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. പിന്നെന്താ പറയാ, കുറെ ഉടായ്പ മെത്തേഡ് ഉണ്ടല്ലോ, എഴുതി വെക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യാതെ മെമ്മറൈസ് ചെയ്യണം. ആർ യു റെഡി? എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആപ്പിൾ, ബുക്ക്, ചെയർ, dog, house,
tree, car, pen, ball, shoe. Okay. Your time ends now. Okay. എത്ര പേർക്ക് ഇതിനകത്ത് ഇതൊന്ന് ഓർഡറിൽ, ഈ പറഞ്ഞ ഓർഡറിൽ ഓർത്ത് പറയാൻ പറ്റും? പറയാൻ പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ പറയാൻ പറ്റുന്നുള്ള ചോദ്യമില്ല. ഹൂ സ്റ്റാർട്ട്സ് ഫസ്റ്റ്? ആരാണ് ആ മിടുക്കൻ ആദ്യം പറയുന്നത്? ഒന്ന് പറഞ്ഞു വെക്കാൻ മതി, തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ സാർ. ആ. ആപ്പിൾ, ആ. ബുക്ക്, ആ. കാറ്, ഓർഡർ Dog. തെറ്റി. ഡോഗ്, ഉം. ഷൂ, ഉം. ട്രീ. ഉം. അത്രയൊക്കെ പറ്റും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാലും ഗുഡ് അറ്റംപ്റ്റ്. എല്ലാവരും കൈയടിച്ചേ. സൂപ്പർ. ഒരു 6 ഞാൻ ഐറ്റം പറയാം പറഞ്ഞു. സാറേ. ആരാണ്? സിന്ധു മാം പറഞ്ഞോളൂ. ആപ്പിൾ, ആ. ബുക്ക്. ഓർഡർ പറ്റണില്ല. ആപ്പിൾ, കുഴപ്പമില്ല. ബുക്ക്, ഉം. ചെയർ, ആ. ഷൂ, ആ. ഡോഗ്, ആ. പെൻ, ആ. ബോൾ, ആ. ചെയർ. ചെയർ പറഞ്ഞില്ലേ? പറഞ്ഞു അല്ലേ? ആ. ആ, ഓക്കെ, വെരി ഗുഡ്. എന്നാലും 7 പറഞ്ഞു. അടിപൊളി, സെറ്റ്. അടുത്താരാ? സർ ഞാൻ പറയാം. പറയൂ. മേഘ പറഞ്ഞോളൂ. ആപ്പിൾ, ബുക്ക്, ചെയർ, ഡോഗ്, ആ. ഹൗസ്, ആ. പെൻ, ഷൂസ്. ആ. പെൻ, ആ. ഷൂസ്. ആ. ഇത്രേ പറഞ്ഞുള്ളൂ. ഓ, സ്റ്റിൽ 7 എത്തിട്ടോ. മേഘ 7 എത്തിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. സിന്ധു മാമിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വേറെ ആരാണ് ഇതിൽ കൂടുതൽ ഓർക്കാനുള്ളത്? ഞാൻ പറയട്ടെ. ദിവ്യ പറയും. ആപ്പിൾ, ആ. ബുക്ക്, ആ. ചെയർ, ആ. ഡോഗ്, എഗ്. എഗ്ഗില്ല. എഗ് ഇല്ല അല്ലേ? ഷൂ, പെൻ, ബോൾ, വെരി ഗുഡ്. ട്രീ. ഓ, വെരി ഗുഡ്. ഓക്കെ. ഹൗസ്. ഓ യെസ്. ഓക്കെ. പിന്നെ ഓർമ്മ വരുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ബട്ട് ഇറ്റ്സ് ഗുഡ് അറ്റംപ്റ്റ്. 9 വരെ എത്തിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഗുഡ് മെമ്മറി. 9. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരെങ്കിലും? തുടങ്ങട്ടെ. പറഞ്ഞോളൂ ബഷീർ സാർ, പറയൂ. ചെയർ, ആ. ട്രീ, ആ. ആപ്പിൾ, ആ. ഹൗസ്, ഏതാ? കാർ, ഹൗസ്, ആ. കാർ, ആ. പെന്ന്, ബോള്, ഷൂ. ഷൂ ഉണ്ടോ? അത്ര വരെ കഥ എത്തിയിട്ടുള്ള. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് സാറിന് ടെക്നിക്കൽ. സോ 8. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആരാ? ഞാൻ പറയട്ടെ സർ. ഷൈനി മാം പറഞ്ഞോളൂ. ആപ്പിൾ, ഡോഗ്, ചെയർ, ഷൂ, പെൻ, ബുക്ക്. ഏതാ? ബുക്ക്. ബുക്ക്. ഓക്കെ, ഓക്കെ. ട്രീ. ഓ, ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ചാൻസ് കിട്ടിയില്ലാത്ത ദിവ്യാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. 9 വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണോ? പക്ഷെ ഇതെല്ലാവർക്കും ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു 10 ഇപ്പൊ പലരും പല ഓർഡറിലാണ് പറഞ്ഞു. ഈ 10 നമുക്ക് ഭയങ്കര ഓർഡറിൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പറയാൻ പറ്റും. ആ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. കാര്യം വെച്ചാൽ നമ്മൾ എന്ത് കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്സും കൂടിയാണ്. ഏറ്റവും മെമ്മറി കുറവുള്ള ഞാൻ പോലും നമുക്ക് പറയും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ശരിക്കും പറയുന്നത് നമ്മുടെ ഒരു ക്ലാസ് ടോപ്പിക് അല്ലെങ്കിൽ പോലും ഡീപ്പ് വർക്ക് എന്ന ബുക്കിൽ ഇവര് ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ടെക്നിക്ക് അല്ല, ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ വേർഡ് ആയിട്ടുള്ള പിക്ചർ ആയിട്ട് മനസ്സിൽ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഈ 10 കാര്യങ്ങൾ പറഞ്ഞു.
ഞാൻ ഈ 10 കാര്യങ്ങളെ എനിക്ക് തോന്നുന്നു ബഷീർ സാറിന് അതറിയാം, അതുകൊണ്ടാണ് സാർ ആ സ്റ്റോറി അത്ര എത്തിയുള്ളൂ എന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ കണ്ടേന്ന് പറയാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാവോ? എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കാവോ? ജസ്റ്റ് ഒന്ന് ക്ലോസ് യുവർ ഐസ് ആൻഡ് ഹിയർ മൈ സ്റ്റോറി. ഓക്കെ, ഒരു ആപ്പിൾ, ആ ആപ്പിൾ ഇങ്ങനെ പറന്ന് വന്ന് ഒരു ബുക്കിന്റെ ഉള്ളിൽ കൂടെ തീഗോളമായിട്ട് എൻറ്റർ ചെയ്യാണ്. അപ്പൊ ബുക്ക് ഇങ്ങനെ ഓട്ടേ പോയി. ആ തീഗോളമായിട്ട് തീർന്ന ബുക്ക് നേരെ ഒരു ചെയറിലേക്ക് വീണു. ആ ചെയറിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ചെയറിന്റെ അടിയിൽ ഒരു പട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ പട്ടി പേടിച്ചു കഴിഞ്ഞപ്പോ ആ പ്രതലം ഇടിഞ്ഞ് താഴെ നേരെ വീണത് ഒരു വീടിന്റെ മുകളിലാണ്. പട്ടിയെ മുകളിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മരം വീടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്ന് നേരെ പൊന്തി വരാം മുകളിലേക്ക് വരുന്ന സമയത്ത് ആ മരത്തിന്റെ മുകളിൽ ഒരു കാറ്. ഓക്കെ, മരത്തിന്റെ മുകളിൽ കാറിന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു വലിയ പേന. ആ പേനയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കാർ ഇങ്ങനെ പോയ സമയത്ത് ഒരു ബോളയിൽ ഇടിച്ച് നിന്നു. ഒരു വലിയ ബോളിൽ ഇടിച്ചങ്ങ് നിന്നു. കൊണ്ട വഴി ആ ബോൾ ഒരു ഷൂ ആയിട്ടങ്ങ് പറന്നുപോയി. ഇത്രയുള്ള കഥ. കണ്ണോർക്കാവോ? ഇനി ഓർഡറിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഥ ഓർത്താൽ മതി. ഇനി ആരാ പറയണേ 10 കൃത്യമായിട്ട്? ഹലോ, അറിയില്ലേ? ആപ്പിള് പറന്ന് വന്ന് ബുക്കിൽ വീണ്. അപ്പൊ ആപ്പിൾ നമ്മളിങ്ങനെ ഈ ഡയലോഗ്സ് പറയുന്നില്ല, പെട്ടെന്ന് മനസ്സിൽ കണ്ടാൽ മതി. എന്നിട്ട് വേഗം പറഞ്ഞു നോക്കിയേ. ആ ബുക്കിൽ ചെന്ന് ഒരു ചേർന്നിരുന്നു. സിന്ധു അല്ല, മേഡം ആ ബുക്ക് കഥ പറയണ്ട, അപ്പൊ ആ വേർഡ്സ് മാത്രം പറഞ്ഞാൽ മതി. ആപ്പിൾ, അപ്പൊ ആപ്പിള്, ബുക്ക്, ചെയർ, ആ. ഡോഗ്, ആ. ട്രീ, ആ കാർ, ട്രീ അല്ല അതിനിടയ്ക്ക് മിസ്സായി. ഡോഗിന് എന്ത് പറ്റി? ഹൗസ്. ഹൗസ്, ആ, ഹൗസ്, ട്രീ, ആ. കാർ, ആ. കാർ, പെൻ, ആ. പെൻ, ഷൂ. അങ്ങനെ ചെന്നിട്ട് ബോൾ. അത് ലാസ്റ്റ് ഷൂവിൽ എത്തുന്നതാണ്. ആ, ബോളിലിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഒന്നും കൂടി ഉണ്ടാ. ആ ബോളിൽ ഇടിച്ചു നിന്ന് അവിടുന്ന് നേരെ പോയി ബോൾ ഷൂ ആയി. വേറെ വേഗം പറഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമോ? പറഞ്ഞേക്ക്. ആപ്പിൾ, ബുക്ക്, ചെയർ. ആപ്പിൾ, ബുക്ക്, ചെയർ, ഡോഗ്, ഹൗസ്, ട്രീ, കാർ, പെൻ, ബോൾ, ഷൂസ്. See the difference? ഇത്ര നിങ്ങള് 7, 8, 9 ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷെ ഇറ്റ് വാസ് നോട്ട് ഇൻ ഓർഡർ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഓർഡറിൽ പറയാൻ പറ്റുന്നുണ്ട്. വേറെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഇത്രയും പറഞ്ഞിട്ട് ആർക്കും ട്രൈ ചെയ്യാനുള്ള ധൈര്യമില്ല. എവിടെ ആരെങ്കിലും? ഹലോ, ദിവ്യ, ഗുഡ് ഐഡിയ. നല്ല ഐഡിയ ആണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ. ആപ്പിൾ, ബുക്ക്, ചെയർ, ഡോഗ്, ഹൗസ്, കാറുമ്മ വീണു. കാറല്ല, നോ. ബുക്ക്, ഹൗസിന്റെ ഉള്ളിൽ ട്രീ അല്ല പുതിയത്. ഓക്കെ, ട്രീ, പെൻ. കാർ. ഓക്കെ, കഥ കിട്ടിയത്. കാർ, പെൻ, ബോൾ, ഷൂസ്. വെരി ഗുഡ്. ഓക്കെ, സോ അല്ലല്ല, ഇത് ഞാനിപ്പോ ഈ കഥ പറഞ്ഞാണ് ഇതുപോലത്തെ വിയേർഡ് ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ഉണ്ടാകാം. ഇപ്പൊ ഇത് പറയണമെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ആപ്പിൾ, ബുക്ക്, ചെയർ, ഡോഗ്, ഹൗസ്, ട്രീ, ദെൻ കാർ, പെൻ, ബോൾ, ഷൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണ്. അതുപോലെ നിങ്ങൾക്കും കുറെ കഥകൾ, വിയേർഡ് ആയിട്ടുള്ള ഒരു കഥകൾ ഉണ്ടാക്കാം. അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരിക്കലും ഈ കഥ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കരുത്.
നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ആപ്പിൾ ഇങ്ങനെ പറന്നു ഒരു ബുക്കിൽ ഇടിച്ചപ്പോൾ ബുക്ക് കത്തിപ്പോയെന്നാണ്. ഒരിക്കലും ആപ്പിള് തീയാവുകയില്ല, ബുക്ക് ആവുകയില്ല. ബുക്ക് താഴെ വീഴുമ്പോൾ ഒരു ചെയറിൽ വീണ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ പട്ടി ആ ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ താഴെ ഒരു വീടിന്റെ മുകളിൽ വീഴുന്നു. അപ്പൊ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു മരം ഇങ്ങനെ പൊന്തി വരുന്നു. അത് അതിന്റെ മുകളിൽ ഒരു എന്താ പറയാ, മരത്തിന്റെ മുകളിൽ ഒരു കാർ ഇരിക്കുന്നു. ആ കാറ് മറ്റെന്താ പറയുക, പേനക്കോടെ ഓടിപ്പോകുന്നത്. അതിന്റെ ബോളിൽ ചെന്ന് ഇടിക്കുന്നു. ഇടിച്ച വഴി ബോള് ഷൂ ആയിട്ട് പറന്നു പോകും. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, നോർമൽ ലോജിക്കിൽ നിൽക്കാത്ത എന്ന കുറച്ചും കൂടി വിയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റോറീസ് നിങ്ങൾ എന്ത് സാധനങ്ങൾ, ഇപ്പൊ കടയിൽ സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ പച്ചമുളക്, ഇഞ്ചി, സബോള എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഓരോ പിക്ചറായിട്ട് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ മെമ്മറി. നിങ്ങൾക്ക് ആരെയൊക്കെ സർപ്രൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ എന്ത് തിരിച്ചു പറയാൻ പറഞ്ഞാലും എനിക്കിപ്പോ പറയാൻ പറ്റും. ഈ കഥയിൽ തിരിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള ബാക്കിലേക്ക് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഷൂ, ബോൾ, പെൻ, കാർ, ട്രീ, ഹൗസ്, ഡോഗ്, ചെയർ, ബുക്ക്, നമ്മുടെ ആപ്പിൾ. തിരിച്ചു പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും, ഇടയ്ക്കെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും. സോ ഇത് വെൻ യു മേക്ക് ഇറ്റ് സം പിക്ചേഴ്സ് ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റോർ ഇൻ യുവർ മെമ്മറി. അത് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നത് അതൊരു ഇമേജ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതുപോലെ സ്റ്റോറീസ് ഉണ്ടാക്കാം. ഈ ഡീപ് വർക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കാനും കുറച്ചും കൂടി മെമ്മറൈസ്ഡ് അല്ലെങ്കിൽ ഒരു ലിവിങ് ആക്കാനും വേണ്ടിയിട്ട് പുള്ളി പറയുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ 51 കാർഡ്, ആളിത് തന്നെയാണ് പറയുന്നത്. 51 കാർഡ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ചീട്ടിൽ 51 സെറ്റ്സ് ഓഫ് കാർഡ് ഉണ്ട്. അപ്പൊ ആള് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒരു യാത്ര പോവുക. ഓരോ റൂമിലും നിങ്ങളുടെ ഒരു റൂമിലുള്ള 10 ഐറ്റംസ് നിങ്ങൾ റിമൈൻഡ് ചെയ്യുക. അടുത്ത റൂം എടുക്കുക, അടുത്ത 10 ഐറ്റംസ് റിമൈൻഡ് ചെയ്യുക. കിച്ചണിലേക്ക് പോവുക, അവിടുത്തെ 10 ഐറ്റംസ് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ 51 കാർഡിനെ ഈ ഓരോ ഐറ്റമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 51 കാർഡും റിമൈൻഡ് ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല ഏത് ഓർഡറിന് ഷഫിൾ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇതെല്ലാം ആങ്കറിങ് എന്ന് പറയാം, ഒരു ഹുക്കിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അതിനെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതാണ്. അപ്പം ഡീപ് വർക്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വാട്ട് ഈസ് ഡീപ് വർക്ക്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തതാണ്. അൺഇന്ററപ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഡീപ് വർക്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സാധാരണ ഇതിൽ നമ്മളൊക്കെ എന്താ പറയാ, ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഒരു ബ്രേക്ക് ആണ് എടുക്കാറ്, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, നമ്മൾ ടി വി കാണുന്നു, ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ കുറെ നേരം ഭ്രാന്തിയും ഒക്കെ ഇനി അരമണിക്കൂർ ഞാൻ നന്നായി പോയി ഇരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസിൽ നിന്നാണ് ബ്രേക്ക് എടുക്കുന്നത്. പക്ഷെ ഡീപ് വർക്ക് കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ യെസ് മൈൻഡ്ഫുൾനെസ് വർക്ക്. അതിൽ ഇത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബ്രേക്ക് ഇറ്റ് ഫ്രം യുവർ ഡീപ് വർക്ക്, നോട്ട് ഫ്രം ഡിസ്ട്രാക്ഷൻ. ഇന്ന് ഡീപ് വർക്കിലേക്കല്ല വരേണ്ടത്, നിങ്ങളുടെ ഡീപ് വർക്ക് ചെയ്യുന്നുള്ള ബ്രേക്ക് ആണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ നമ്മളിപ്പോ നമ്മുടെ എൻറ്റയർ ഡേ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ആരോ എന്നോട് കഴിഞ്ഞ ആഴ്ച റിക്വസ്റ്റ് ചെയ്തു ടൈം മാനേജ്മെന്റിനെ കുറിച്ച്. നെക്സ്റ്റ് വീക്ക് നമുക്ക് അതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാം. അപ്പം എൻറ്റയർ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റണം. ടൈം ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ യുവർ ഔട്ട്പുട്ട് ഈസ് സംതിങ് ലൈക്ക് എന്താ പറയാ, വേറെ ലെവലായിരിക്കും. ഇപ്പം എന്റെ ഒരു മോർണിംഗ് റുട്ടീൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ രാവിലെ 90% ഓഫ് ഡേയ്സിൽ ഐ വേക്കപ്പ് അറ്റ് 3 o'clock. ഒരു 3 മണിക്കെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഈ 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാല് എന്റെ ടോയ്ലറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മിനിമം ഒരു 20 minutes ഒക്കെ എനിക്ക് നഷ്ടപ്പെടല്ല, സേവ്. പക്ഷെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസ് പോലെ തന്നെ നമ്മളൊരു 10 minutes നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യും, 10 minutes അഫർമേഷൻ ചെയ്യും. പിന്നെ ഒരു സ്ട്രേറ്റ് അവ ഒരു 30 to 45 minutes ഐ കുഡ് അലോക്കേറ്റ് ഫോർ മൈ റീഡിങ്. അപ്പൊ ഒരു 40 minute ഒക്കെ സുഖമായിട്ട് 45 minute ഒക്കെ സുഖമായിട്ട് വായിക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും നോർമലി ഇപ്പൊ ഞാൻ വേറൊരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നേരം കയറും. അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ ജിം വർക്ക്ഔട്ടിന് പോകും. അത് കഴിഞ്ഞ് ഒരു 8 o'clock തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മുടെ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ എന്റെ ജോലിയിലേക്ക് എന്റെ റെഗുലർ വർക്കിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഡീപ് വർക്കിലേക്ക് എനിക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിൻസ് ഐ ആം എ GM നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു പേപ്പർ എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴേക്കും
someone will come. ഇനി അതൊന്ന് എന്താ കൺട്രോൾ ചെയ്യണം. ആരെങ്കിലും വന്നിട്ട് സാർ അതെങ്ങനെ ചെയ്യേണ്ടത് ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഡിസ്ട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു കാര്യം വർക്കിന് ഇരുന്നിട്ട് നമ്മൾ അതിൽ നിന്നൊന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരണമെങ്കിൽ മിനിമം 20 മിനിറ്റ്സ് വേണമെന്ന് പറയാം. ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് പിന്നെ നമുക്ക് ഫുള്ളി ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് വരാൻ പറ്റും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു മൈൻഡ്ഫുൾനെസ് യു ജസ്റ്റ് ട്രൈ ടു ബ്രിങ് ഇൻ ടു യുവർ നിങ്ങളുടെ ഒരു വർക്കിലേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് വെച്ചാൽ ഷാലോ വർക്ക് എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ഡീപ് വർക്ക്, ഷാലോ വർക്ക്. ഷാലോ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്യുന്നത്, ഓഫീസിൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഷാലോ വർക്കാണ്. കംപ്ലീറ്റ്ലി ഷാലോ വർക്കാണ്. ഐ ആം എ ഗ്രേറ്റ് പേഴ്സൺ ഫോർ മൾട്ടിപ്പിൾ ടാസ്കിങ്. മൾട്ടി ടാസ്കിങ്ങിൽ ഏറ്റവും പുലിയാണ് ഞാൻ എന്ന് പറയും. പക്ഷെ ദാറ്റ് ഈസ് ദ വേഴ്സ് അബൌട്ട് നമ്മൾ ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ദാറ്റ് ഈസ് ദ വേഴ്സ്റ്റ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഐ എം വെരി ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ്. ഞാൻ ഒരേ സമയം ഇപ്പൊ കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു സമയം ഇവിടെ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടാവും, ഇതിനിടയ്ക്ക് ഒരു 2 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ മനോരമ ഓൺലൈനിൽ പോയിട്ട് ന്യൂസ് വായിക്കും, ഇപ്പുറത്ത് വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഐ വിൽ ഡു ഓൾ ദീസ് തിങ്സ്. ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ ഇപ്പോ ഈ പുസ്തകങ്ങൾ, ഇപ്പൊ 2 ബുക്ക് ഞാൻ വായിച്ചു, ഈ പറഞ്ഞ ഡു ഇറ്റ് ടുഡേയും ഡീപ് വർക്കും. ഈ 2 പുസ്തകങ്ങളും പറഞ്ഞു വെച്ചാല് ദാറ്റ് വിൽ ഡാമേജ് യുവർ ബ്രെയിൻ എന്ന് പറയുന്നത്. മൾട്ടി ടാസ്കിങ് വിൽ ഡാമേജ് യുവർ ബ്രെയിൻ. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ബ്രെയിൻ, നിങ്ങളുടെ മെമ്മറി കൂട്ടണമെങ്കിലോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി നന്നാവണമെങ്കിലോ, നിങ്ങളുടെ വർക്കിൽ കുറച്ചും കൂടി ഔട്ട്പുട്ട് ഉണ്ടാവണമെങ്കിലോ മാക്സിമം അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. 99% നിങ്ങൾ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കാനാണ് പറയുന്നത്. ശരിക്കും മൾട്ടി ടാസ്കിങ് ഒരു ഗ്രേറ്റ് സ്കില്ലാണ്. ഇപ്പം നമുക്കറിയാം അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ് ആണ്. അവരുടെ കൊച്ചിനെ ചിലപ്പോൾ കുളിപ്പിക്കുന്നുണ്ടാവും, അപ്പുറത്ത് അടപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ടാവും, ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ഹസ്ബൻഡിനുള്ള ഡ്രസ്സ് തയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇത് ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ഇവര് ഒരേ സമയം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇഫ് യു ക്യാൻ മാനേജ് ടു ഡു എ സിംഗിൾ ടാസ്ക് അറ്റ് എ ടൈം, ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡീപ് വർക്കിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രൈ ടു അവോയ്ഡ് എവറിത്തിങ്. നമ്മൾ നേരത്തെ മുമ്പൊക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, പലരും അത് പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സന്തോഷം. മൊബൈൽ ഫോൺസ് മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ്, യൂട്യൂബ് നോട്ടിഫിക്കേഷൻസ്, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും കാണണ്ടെന്നല്ല, ഫേസ്ബുക്ക് കാണണ്ടെന്നല്ല, വാട്സപ്പ് കാണണ്ടെന്നല്ല, ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. ബട്ട് അലോക്കേറ്റ് സം ടൈം ഫോർ ഇറ്റ്. ഇപ്പൊ നിങ്ങൾ പറയാണ് ഓക്കെ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഒരു 7:30 to 8 o'clock ഐ വിൽ യൂസ് സോഷ്യൽ മീഡിയ. യു ക്യാൻ യൂസ് ഇറ്റ്, പക്ഷെ ഡു ഇറ്റ് ഓൺലി ദാറ്റ് ടൈം. ആ ഒരു സമയം മാത്രം ചെയ്യാം. ബാക്കിയുള്ള സമയം നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ന് 99% ആൾക്കാരും ഫെയിലിയർ ആയി പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരൊരു വർക്ക് ചെയ്യാൻ വേണ്ടി, ഞാൻ ചെയ്യുന്ന പോലെ എസ്പെഷ്യലി ഇൻ മൈ ജോബ്, ഞാനൊരു വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്റെ അടുത്ത് ആരെങ്കിലും വരും, സർ അതെങ്ങനെ ചെയ്യേണ്ടത്, സർ ഇതെങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിവിടെ നിർത്തും, എന്നിട്ട് പറയും ഓക്കെ ഇതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, പിന്നെ കുറച്ചു നേരം അവരോട് വർത്താനവും പറയും. അപ്പോ എന്റെ ഈ ഫ്ലോ നിന്നു. ഇത് കഴിഞ്ഞാൽ വീണ്ടും 2 വാക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും വേറൊരാള് ഒരു മെയിൽ വരും, അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഇങ്ങനെ പോപ്പപ്പ് വരും, ഓക്കെ സംതിങ് ഹാസ് ടു റിട്ടേൺ. അപ്പൊ ഞാനത് നോക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾവേസ് ബീൻ ഡിസ്ട്രാക്റ്റഡ്. നമ്മുടെ ഔട്ട്പുട്ടിന്റെ 10% പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. എന്റെ ജോലിയിൽ, ബാക്കി വീട്ടിലെ സമയമൊക്കെ ഒരുവിധം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ജോലിയിൽ കുറച്ചും കൂടി ഇൻ ഡെപ്തില് ഐ കുഡിൻ വർക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അന്ന് ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആയതുകൊണ്ട് നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് എല്ലാവരും കയറി വരുന്നത്. അല്ലെങ്കിൽ പറയാം എന്നെ കാണണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ ഫോൺ വിളിക്കും. ഞാൻ കഴിഞ്ഞ ഒരു 2-3 ദിവസം കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള വർക്ക് ചെയ്യേണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 2-3 കമ്പനീസിനുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാലോ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അത് കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ക്രിയേറ്റീവായിട്ട് ഒരു കുറച്ച് ആർട്ടിക്കിൾസ് പോലെ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു ഓക്കെ ഞാൻ ഇന്ന് വരില്ല, ഐ വിൽ ബി അവൈലബിൾ ബട്ട് ഐ മീൻ ഹോം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വീട്ടിലിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. വൈഫ് പിന്നെ അങ്ങനെ വലിയ ഡിസ്റ്റർബൻസിന് വരാറേ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ അവിടെ കുത്തിരുന്ന്
സുഖമായിട്ട് ഒരു ജോലി ചെയ്തു. അപ്പോ എന്ന് വെച്ചാൽ അതുവരെ ഒരാഴ്ചയായിട്ട് ഞാൻ നടക്കാതിരുന്ന 3ഓളം എഗ്രിമെന്റ്സ് എനിക്കൊരു 1 to 1.5 hours എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഒന്നുമില്ല, വേറെ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. ഫോൺ അവിടെ മാറ്റി വെച്ചു. പിന്നെ കുട്ടികളില്ല, ഞാൻ മാത്രം ഈ ഒരു റൂമിൽ ഞാൻ ഈ സാധനമായിട്ട് ഇരുന്ന് നോക്കി ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ പടപടാന്ന് ചെയ്തു. നമ്മുടെ വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയി. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് വി വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പരിപാടിക്കോ. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ജോലികൾ തീരാതെ നമ്മൾ കിടന്നുറങ്ങുമോ, അല്ലെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്ട്രെസ്ഡ് ആവണം. അയ്യോ അത് ചെയ്തില്ല, അയ്യോ ഇത് ചെയ്തില്ല, അയ്യോ ഇത് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ എന്താണ്, നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ് പോലും കിട്ടൂല. ഒരു കംപ്ലീഷൻ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പല ആൾക്കാരുടെയും ആങ്സൈറ്റി വരുന്നു, ടെൻഷൻ വരുന്നു. ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാല് ഒരു കംപ്ലീഷൻ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇല്ല. കാര്യം എന്താണ്, അയ്യോ സ്റ്റിൽ പെൻഡിങ് എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഈ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാല് അതിൽ നിന്ന് ഒരാൾ കണ്ണ് വെച്ചാ കണ്ണെടുക്കരുത്, അവൻ വൈകുന്നേരം വരെ അതിനകത്തിരിക്കണം എന്നുള്ളതാണ് ഒരു സോഷ്യൽ മീഡിയ. അതിന് കോടിക്കണക്കിന് രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഒരു പ്രോഗ്രസ് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, പണ്ട് ഫേസ്ബുക്കിലൊക്കെ നിങ്ങളൊരു സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. യൂട്യൂബിൽ അങ്ങനെയായിരുന്നു, ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കും, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അതിൽ പ്രസ് ചെയ്യണം. നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ട് ടു പ്ലേ, ഇങ്ങനെ റൗണ്ട് ഒക്കെ കറങ്ങി അത് പ്ലേ ചെയ്യാൻ തുടങ്ങും. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും എങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ വന്നത് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഒരു ചോദ്യമല്ല, ബട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ. വെൻ യു ആർ സീയിങ് ഷോർട്സ്, നിങ്ങൾ അതിന്റെ ഹെഡിങ് കണ്ടിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരു ഷോർട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ അടുത്ത ഷോർട്ട് പ്ലേ ആയി. ദർ ഇസ് നോ പ്ലേ ബട്ടൺ ഇൻവോൾവ് ഇൻ ഓൾ ദീസ് മീഡിയാസ്. എന്തുകൊണ്ടാണ്? ഇത് പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും, ഇത് എന്താണാവോ, അപ്പൊ അത് കാണും. നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും വൃത്തിയുടെ രീതിയിൽ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഞാൻ എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ മിക്കവാറും യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നത് കൂടുതലും ഈ ബുക്സും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വരാറില്ല. പക്ഷെ അമ്മ അത്യാവശ്യം, വൈഫ് പിന്നെ യൂട്യൂബ് നോക്കാറേ ഇല്ല, അവർക്ക് സമയമില്ല. മറ്റേ വൈഫ് അത്യാവശ്യം, അല്ല സോറി, അമ്മ അത്യാവശ്യം ഇങ്ങനത്തെ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ, അമ്മമാർക്കൊക്കെ ഈ പ്രായമാണല്ലോ. ഒരു ദിവസമല്ല 3 ദിവസം മുമ്പ് അമ്മ ഓടി വന്നേക്കാം, എടാ നോക്കിയടാ അതിന്റെ ഹെഡിങ് നോക്കിയടാ. അത് നോക്കിയപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ, അത് വീഡിയോ പ്ലേ ആവുമ്പോൾ ഒരു പോസ്റ്റർ എടുക്കാണ്, യൂസഫ് അലി അന്തരിച്ചു. യൂസഫ് അലി അന്തരിച്ചു. ഞാൻ പറഞ്ഞ അമ്മയ്ക്കുടെ പ്രാന്തിൽ യൂസഫ് അലി അന്തരിച്ചു, ഇവിടെ കിടന്ന് ടി വി ഒക്കെ കിടന്ന് പൊട്ടിത്തെറിക്കും, ഇതെന്തോ ഫേക്ക് ന്യൂസ് ആണ്. അയാള് പറയുന്നത് ഇങ്ങനെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഹെഡിങ് എങ്ങനെയാണ്, യൂസഫ് അലി അന്തരിച്ചു. അപ്പൊ നമ്മളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറി പോകുമ്പോൾ യൂസഫ് അലിനെ ആൾക്കാർ കൊല്ലാൻ ശ്രമിക്കുക, മീൻസ് അങ്ങനെയല്ല, അങ്ങനെ അന്തരിച്ചിട്ടുണ്ട്. ഞാൻ എന്താന്ന് ഫുള്ള് കേട്ടില്ല. പിന്നെ ഞാൻ വെറുതെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി, അച്ഛനും അമ്മയ്ക്കും താഴെ തുടങ്ങി കംപ്ലീറ്റ് തെറിയാണ് കമന്റ് ബോക്സിൽ. നിനക്ക് വേറെ വല്ലതും ചെയ്ത് ജീവിച്ചൂടെ എന്ന് വെച്ചാൽ, ഒരു ആളുകളെ കൊണ്ട് ആ യൂട്യൂബ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അവനിടുന്ന ബാനേഴ്സ് ആണ് ഇതുപോലുള്ള കുറെ. ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് വ്യൂസ് കിട്ടണം, എൻ്റെ കയ്യിൽ പൈസ കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ് ആൾക്കാരുള്ളത്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാല് നമ്മുടെ ഫോക്കസ് മൊത്തത്തിൽ ഒരു ഡിസ്ട്രാക്റ്റഡ് ആവും. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുറെ ഷാലോ ആയിട്ടുള്ള സാധനങ്ങൾ വരും, ഒരു ക്ലൗഡി നേച്ചർ വരും. അപ്പൊ എന്താ, നമുക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. 1 മിനിറ്റും കൂടെ എടുത്ത് ഞാൻ പറയാം. ഈ ബുക്സ് എല്ലാം പറയുന്ന ഒരു കാര്യം, എൻജോയ് യുവർ ബോർഡം എന്നാണ്. ബോറടിക്കുന്നത് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു വിൽ സീ എ ലോട്ട് ഓഫ് റിസൾട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വീക്കാന്ന് പറഞ്ഞു. നമ്മൾ തന്നെ, ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറയാം, നിങ്ങളെല്ലാം അങ്ങനെയല്ല എന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു സാധനത്തിൽ, നമ്മളൊരു കാര്യത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ കാറിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ കാർ ഓടിച്ച് ഒരു സിഗ്നലിൽ നിന്ന് കറക്റ്റ് 1 മിനിറ്റ് പോലും ഉണ്ടാവില്ല. എന്റെ ടെൻഡൻസിയാണ് ഞാൻ പറഞ്ഞത്, മൊബൈൽ എടുത്തിട്ട് അപ്പം നോക്കുക, ഏതെങ്കിലും ഷോർട്സ് കാണും. വണ്ടി നിർത്തിയിട്ടേ കാണുള്ളൂ സിഗ്നലില്.
30 സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് കൊണ്ട് ഒരു ഷോട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ നമ്മളിപ്പോ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുന്നു, വർത്താനം പറയുമ്പോൾ തന്നെ നമ്മളിത് കണ്ടിട്ടാ വർത്താനം പറയണത്, അല്ലെങ്കിൽ വർത്താനം നിൽക്കുന്ന അതേ സ്പോട്ടിൽ നമ്മൾ എടുത്തിട്ട് യൂട്യൂബിൽ നിന്നോ വാട്സപ്പിലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ, നമ്മൾ ഓൾറെഡി വി ആർ പേഷ്യൻസ്. ഇപ്പോഴത്തെ നിങ്ങളെ ലേറ്റസ്റ്റ് സ്റ്റഡി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു രോഗത്തിന് അടിമയാണ് നമ്മൾ. മെന്റലി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള 99.99% ആൾക്കാർ 0.1 ഒക്കെ ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഓൾ ആർ പേഷ്യൻസ്, അഡിക്റ്റഡ് ആണ്. നമ്മളൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയം കഴിഞ്ഞു. അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം. മൊബൈൽ ഫോൺ എവിടെയാന്ന് കാണരുത്. നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇല്ലാന്ന് വെച്ചോ, സ്മാർട്ട് ഫോൺ ആണ്, അതില്ല, ഒരു അരമണിക്കൂർ ആയിരത്തേക്ക് കാണാണ്ടായി നോക്ക്. നിങ്ങൾ ശ്വാസം കിട്ടാണ്ട് കിടന്ന് നിങ്ങൾ പെടയും. നിങ്ങളെ പെടയാത്ത എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ പെടയും. നമ്മൾ ഏറ്റവും കൂടുതൽ തപ്പുന്നത് എന്താണ്? ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ തപ്പുന്നത് നമ്മുടെ ഫോണാണ് അല്ലേ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മറ്റേ പണ്ടൊരു കുട്ടി സ്കൂളില് എക്സാമിന് എഴുതിയില്ലേ, എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മോളുടെ ആഗ്രഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞത്. എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും മൊബൈൽ ഫോൺ ആയാൽ മതി. അവര് ജോലിയിൽ ഇരിക്കുമ്പോഴും ഇടയ്ക്ക് എടുത്തൊന്ന് തലോടിക്കും, ഇങ്ങനെ പതുക്കെ തലോടും. ജോലി കഴിഞ്ഞ് വന്നാലും തലോടും, ബാത്റൂമിൽ പോകുമ്പോഴും തലോടും. എപ്പോഴും കൂടെ കണ്ടു നടക്കുന്ന ഒരു സമയം. കിടക്കുമ്പോ സൈഡിൽ വെച്ച് കിടന്നുറങ്ങും ഇല്ലേ. ഒരു മൊബൈൽ ഫോണിനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തമായിട്ടുള്ള. അപ്പൊ ഒരു കുട്ടി പറയുന്നത് വെച്ചാൽ എനിക്ക് അച്ഛന്റെ അമ്മയുടെയും മൊബൈൽ ഫോൺ ആയാൽ മതി എന്ന് പറഞ്ഞു. പണ്ട് KR നാരായണൻ പറഞ്ഞു ജോർജിന്റെ വീട്ടിലെ പട്ടിയാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർ ആഗ്രഹിക്കുന്നത് അച്ഛന്റെ അമ്മയുടെ മൊബൈൽ ഫോണാണ്. സോ യു ജസ്റ്റ് തിങ്ക് ഹൗ വി ആർ അഡിക്റ്റഡ് ദാറ്റ്. അപ്പം നിങ്ങളൊന്നും അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഡീപ്പ് വർക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ഓവർ ടു മുഫീദ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻ സർ. എനിക്കും ഈ ഒരു ഫസ്റ്റ് പറഞ്ഞ മെമ്മറി ടെസ്റ്റിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് എന്റെ സൗണ്ടും ചുമയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാന്. ഓക്കെ, അപ്പം സെഷന് നല്ല സെഷൻ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് അറിയേണ്ടത്. സോ നിങ്ങൾ ഇതരായിട്ട് തന്നെ ഹാൻഡിൽസ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണേ. ഹായ് ഓസ്റ്റിൻ സാർ. ഹായ്. നല്ലൊരു ആക്ടിവിറ്റീസ് ആട്ടോ രാവിലെ തന്നെ ചെയ്യിച്ചത്, മെമ്മറി പവർ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അംഗൻവാടിയിലൊക്കെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഒരു 10 സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അവരങ്ങോട്ട് കാണിക്കും. എന്നിട്ട് കാണിച്ചതിന് ശേഷം അവരോട് പറയും, അതൊന്ന് മാറ്റിയ ശേഷം നിങ്ങൾ ഇപ്പൊ എന്തൊക്കെയാ കണ്ടത് ചോദിക്കും. അപ്പൊ അവര് ഓർമ്മ വെച്ചിട്ട് ചില കുട്ടികൾ കറക്റ്റ് ആയിട്ട് പറയും, എന്നാലും മുഴുവനൊന്നും ചിലത് എത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യിക്കാറുണ്ട്, ഓർമ്മ പരിശോധന നടത്തി എന്നുള്ളത് ചെയ്യിക്കാറുണ്ട്. പിന്നെ അരിയും പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ അതിന്ന് പയറ് വേർതിരിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യിക്കും. ഒക്കെ ചെയ്യിക്കുമ്പോ അവരുടെ ആ ഒരു സൂക്ഷ്മ പേശി വികസനത്തിന് നല്ലതാണത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അതെന്തായാലും അതുപോലെ നമ്മളെ ചെയ്യിച്ചപ്പോ നല്ലതായി. അതുപോലെ ലാസ്റ്റത്തായ അതിന്റെ ഒരു മെത്തേഡ് സാറ് പറഞ്ഞു നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഓർമ്മ വരാനുള്ളത്, അതും നല്ലതായിട്ടുണ്ട്. നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ സാറ് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ, ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കിയ പോലെ തന്നെ. പക്ഷെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതെന്തായാലും കറക്റ്റ് ചെയ്യണം, അത് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ എല്ലതും ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ തലയ്ക്കും പത്ത് വെച്ച് കിടക്കുക തന്നെ, തലയുടെ കുറച്ചാണ്ട് സൈഡ് നീക്കി അവിടെ വെച്ചിട്ട് കിടക്കും. കാരണം രാവിലെ എണീറ്റ മാജിക് മോർണിംഗ് ടൈപ്പ് ചെയ്യണം, അലാറം അടിക്കും, അപ്പൊ അതൊന്ന് ഓഫ് ചെയ്യണം. അപ്പൊ അത് കാരണം അല്ലാതെ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വളരെ കുറവാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഒരു സെറ്റ് കൂടി ഇട്ടുണ്ട് കേട്ടോ. നീ ഇതുപോലെ ഒരു കഥ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി ഞാൻ ചാറ്റ് ബോക്സിൽ അടുത്തൊരു 10 ഇട്ടിട്ടുണ്ട്. അത് ഞാന് സത്യം പറഞ്ഞ സാറ് അതിനൊരു മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തറിയോ, നമ്മള് കച്ചടത്തപ്പ പറയുമല്ലോ, കുഞ്ഞുണ്ണി മാഷ്ട കച്ചടത്തപ്പ ഗഞ്ഞണ നമാന്നുള്ള അത് പറയുമ്പോ നമ്മൾ അതിന്റെ ആ ഫസ്റ്റ് ഉള്ള ഇത് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുമല്ലോ എന്ന് പറയണത് പോലെ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടാ. അതിന്റെ ഫസ്റ്റ് ഉള്ള ആ അക്ഷരങ്ങൾ വെച്ചിട്ട് സാർ എന്തെങ്കിലും ഒരു ടെക്നിക്കാണ് പറയാന്നാണ്
വിചാരിച്ചത്. പക്ഷെ കഥ അപാരം. നല്ല കഥയായി പോയി. കാരണം അത്ഭുതം നിറഞ്ഞൊരു കഥയായി നമ്മളത് ഉണ്ടാക്കിയപ്പോ. അത് നന്നായിട്ടുണ്ട് സാർ, എന്തായാലും ശ്രമിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സിന്ധു. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർ സാർ, കുറെ നാളായി കണ്ടിട്ട്. കുറെ ആളായി. ഈ ഡീപ് വർക്ക് ആരെഴുതിയ പുസ്തകത്ത്? കാൾട്ടൺ ഒന്ന് ഓക്കെ. ഞാൻ ഈ കഥ കേട്ടിരുന്നു പണ്ടൊക്കെ. അതായത് ഈ മൊബൈൽ വന്നപ്പോഴാണ് ഇതൊക്കെ പോയത്. പണ്ട് വീട്ടിൽ നിന്ന് സാധനം പറഞ്ഞാൽ ഇങ്ങനെ കഥ ആലോചിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഈ മൊബൈൽ വന്നിട്ട് പണ്ടൊക്കെ നമ്മളെ തലയിൽ 10-50 നമ്പർ തന്നെ തലയിലുണ്ടാവും, ഓരോരുത്തരെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളത് യൂസ് ചെയ്യാത്തോണ്ട് അങ്ങനെ ഡെഡായി പോയതാ. നമ്മള് മൊബൈലിലെ നമ്പറൊന്നും ഇപ്പൊ വീട്ടിലെ നമ്പർ വരെ അറിയില്ല മൊബൈൽ നോക്കണം എന്ന് പറഞ്ഞാൽ വയ്യ. മറ്റതല്ല, എത്രയോ നമ്പർ നമ്മളെ മനസ്സിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഈ മൊബൈല് കുറെ ദോഷമുണ്ട്, കുറെ ഗുണമുണ്ട്. ഇപ്പം സാധനം പറഞ്ഞാൽ അപ്പം പറയും വാട്സപ്പ് ചെയ്യും, ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. ഓർമ്മിക്കുന്നില്ല. താങ്ക് യു സാർ, നല്ല നല്ല ഐഡിയകൾ കിട്ടി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു ബഷീർ സാർ. ഇനി ആരാ ഫീഡ്ബാക്ക് പറയുന്നേ? സാർ ഞങ്ങൾക്ക് ആദ്യം തന്നെ അതും കൂടി ഒന്ന് ഇടണേ. ഞാൻ പേര് വിളിക്കുകയാണോ അതോ നിങ്ങള് ഷെയർ ചെയ്യോ? ഇത് എല്ലാവരും കേട്ടില്ലേ ക്ലാസ്? അതോ ഇഷ്ടപ്പെട്ടില്ലേ? മണി സാർ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് സൗണ്ട് ഫോൺ എന്താ പ്രശ്നമുണ്ട്? സാർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. മണിസാറിന്റെ ഫോൺ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ. അതെയോ? ഓക്കെ, ദിവ്യ മാം. ഹലോ. ഹായ്. യെസ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നല്ല മോർണിംഗിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് നല്ലൊരു ക്ലാസ് കിട്ടി സാറിന്റെ. ഓക്കെ, പിന്നെ ഞാൻ ഓഫീസിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാറ് പറഞ്ഞില്ലേ, എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരും, അപ്പോ അത് നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോ ഞാൻ ഒരു മാസമായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്കും ഇതുപോലെ തന്നെ ഓരോരുത്തർ വരുമ്പോ പിന്നെ ഞാൻ വീണ്ടും ആ ഒരു വർക്കിലേക്ക് വരണമെങ്കിൽ പിന്നെയും കുറെ സമയം എടുക്കും. അപ്പൊ ഞാൻ ചെറിയൊരു ടിപ്പ് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, മോർണിംഗില് 12 o'clock തുടങ്ങി 1 മണി വരെയുള്ള ടൈമിങ്, ഒരു വൈകിട്ട് 5 മണി തുടങ്ങി 6 മണി വരെയുള്ള ടൈമിങ് നമ്മുടെ ക്യാബിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, ഈ ടൈമിങ്ങിലാണ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് വിസിറ്റേഴ്സിന് കാണാൻ പറ്റുന്ന ടൈമിങ് എഴുതി വെച്ചു. 12 to 1 or 5 to 6. അപ്പൊ കുറച്ചൊക്കെ അത് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സാലറി കൊടുക്കേണ്ട ടൈം അറിയാം, ഇന്ന സമയത്താണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോകും, അതിന് ടെൻഷൻ ഇല്ല. പിന്നെ എന്താ പറയാ, കോൺട്രാക്ടേഴ്സിന് എന്താ പറയാ പൈസ കൊടുക്കുന്ന സമയം അതും എഴുതി വെച്ചു, ഇന്ന സമയത്ത് ഈ ഡേറ്റിൽ മാത്രം വരാൻ പറ്റുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവര് വന്നോണ്ടിരിക്കും, ഒരു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. അപ്പൊ അതിനേക്കാളും വേഗം അതിനൊരു ടൈമിങ് വെച്ചു, ഈ ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മെസ്സേജ് ഇട്ടു. അപ്പൊ കുറച്ചൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്. അപ്പൊ ആദ്യം അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ എന്താ പറയാ, റെസിഡൻസില് ഞാൻ എന്റെ അസിസ്റ്റന്റിനോടും പറഞ്ഞു, റെസിഡൻസിൽ 6 o'clock ശേഷവും ചാവി മേടിക്കാനായിട്ട് വരും, അവർക്ക് കാണണം, വീട് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെയും എഴുതി വെച്ചു 6 o'clock വരെ നിങ്ങൾക്ക് വന്ന് വീട് കാണാൻ പറ്റുള്ളൂ, അതിന് ശേഷം പറ്റില്ല, അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരും കുറച്ച് എന്താ പറയാ കുറച്ചും കൂടി ഒന്ന് ഡിസിപ്ലിനായി. ആദ്യം അവര് കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആവും, പക്ഷെ പിന്നീട് അവര് കുറച്ചൊന്ന് എന്താ പറയാ ഡിസിപ്ലിനായി. അപ്പൊ നമുക്ക് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ ഒത്തിരി ഒന്ന് മാറ്റം വരുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞ ഒരു സ്ക്രോൾ ചെയ്യുന്ന കാര്യം, ഞാനും ഇരുന്ന് ഇങ്ങനെ കാണുന്ന ആളാണ്. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കാര്യങ്ങൾ കാണുമ്പോ അത് തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ലോങ് വീഡിയോ വരെ ഈ ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് 30 സെക്കൻഡിന്റെ കാര്യങ്ങളാണ് ഈ 10 15 20 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ 20 കാണുന്നതിനേക്കാളും നല്ലത് ആ ഒരു ലോങ് വീഡിയോ കാണുന്നതല്ലേ.
നമുക്ക് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ചില സമയത്ത് ഈ 20 ഞാനും വിചാരിച്ചു ഈ 20 ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പിന്നീടും അത് വന്നുകൊണ്ടിരിക്കും, അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെ. അപ്പൊ അതിന് പകരമായിട്ട് അത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ലോങ് വീഡിയോ കാണാം. അപ്പൊ നമ്മൾക്കും സാറ്റിസ്ഫാക്ഷൻ ആയി, കാര്യങ്ങൾ നമുക്ക് കുറെ മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ആം, പിന്നെ പിന്നെ ഒരു കാര്യമാണ് ഡീപ് ബ്രീത്തിങ്. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞ് എവറി 40 മിനിറ്റ്സ് കഴിഞ്ഞാലും ഒരു 10 വട്ടം നമ്മൾ ഡീപ് ബ്രീത്തിങ് ചെയ്യാം. ബ്രീത്തിങ് എടുത്ത് കുറച്ചു നേരം വെച്ച് ഹോൾഡ് ചെയ്ത് പിന്നെ അതിനെ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മെന്റൽ സ്ട്രെസ്സിനെയും കുറച്ചും കൂടി കുറയ്ക്കാനായിട്ട് പറ്റുന്ന തോന്നിയിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, നല്ലൊരു താങ്ക് യു ക്ലാസ് ആയിരുന്നു സർ, താങ്ക് യു സോ മനോഹരമായ മച്ച്. ക്ലാസ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. ദിവ്യ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഐ വിൽ ഓൾസോ ട്രൈ സംതിങ് ദിവ്യ. കാര്യം നമ്മുടെ ഈ ഒരു കേസിൽ എന്റെ ശല്യം എന്ന് വെച്ചാൽ എനിക്ക് പുറമേ നിന്ന് ആരും ക്ലയൻസ് ഇല്ല, എന്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഐ കോൺ സേ ദാറ്റ് ഇറ്റ്സ് ശല്യം. പക്ഷെ നമ്മളിപ്പോ അതൊന്ന് ഡെലിഗേഷൻസ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട്, ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. മേഘ മാം. സർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ മെമ്മറി ടെസ്റ്റ് ഞാൻ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്മറി ടെസ്റ്റ് ഞങ്ങൾ നടത്താറുണ്ട്. പക്ഷെ എപ്പോൾ വെച്ചാലും കുട്ടികളോട് ഈ ഫോൺ വെച്ച് അവർ ആദ്യം പറയുന്ന ഫോണിന്റെ പേരാ മൊബൈൽ ഫോൺ. അതുപോലെ ഈ ടോയ്സ് കളിക്കാൻ ഞങ്ങൾ കൊടുക്കും, മൊബൈൽ കൊടുക്കില്ല, എന്നാൽ ഏതെങ്കിലും ഒരു ടോയ്സ് എടുത്ത് അവർ ഫോൺ എന്നുള്ള രീതിയിൽ അതിങ്ങനെ ചെവിയിൽ വെച്ച് വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ വരെ മുതിർന്നവരെക്കാൾ കൂടുതൽ അവരെ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഈ ഫോണൊക്കെ താഴെ വെച്ചിട്ട് അങ്ങോട്ട് മാറുന്നതിനിടയ്ക്ക് ഓടി വന്ന് അവർക്കറിയാം എങ്ങനെ ലോക്ക് മാറ്റണമെന്ന്, അതൊക്കെ നോക്കി അതിലാവശ്യമുള്ളതൊക്കെ അവരെടുക്കാറുണ്ട്. അതുകൊണ്ട് ഫോൺ ഞാൻ മിക്കവാറും ഒളിച്ച വയ്ക്കാറ് ഇവരെടുക്കാത്ത രീതിയിൽ. പിന്നീട് ഞാൻ പലപ്പോഴും മറക്കും. ഇപ്പൊ ഒരു റിങ് കേട്ട് അവർ ഓടി വരും, ടീച്ചർ ഏതോ മൊബൈൽ അടിക്കുന്നു. നമുക്ക് ഒരു കാലഘട്ടം കഴിഞ്ഞവരെക്കാൾ കുഞ്ഞുങ്ങൾ ഇതില് അഡിക്റ്റ് ആയി. അതുപോലെ ഇടയ്ക്ക് ഞാൻ ഒരു യാത്ര ചെയ്തു ട്രെയിനില, ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ചുറ്റും നോക്കി, എല്ലാവരുടെ കയ്യിലും മൊബൈലാ. അവരെല്ലാം ആ ലോകത്ത്, അല്ലാതെ അടുത്തിരിക്കുന്നവരാരെന്ന് ശ്രദ്ധിക്കുകയോ അവരോടൊന്ന് സംസാരിക്കുകയോ, അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാരും മൊബൈല് നോക്കി അങ്ങനെ ഇരിക്കുക, ഏതോ ഒരു ലോകത്ത് പോലെ. വെളിയിലൂടെ നോക്കി നിന്നിട്ടും കാണുന്നവരിലെല്ലാം ശ്രദ്ധിക്കുമ്പോഴും എല്ലാരും ഇതില. ശരിക്കും ഈ കൊറോണ വന്നതിന് ഈ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇതിലോട്ട് നമ്മളെല്ലാം ആയിപ്പോയത്. സാർ പറഞ്ഞത് ശരിയാ, ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ആദ്യം പരിശോധിക്കുന്ന മൊബൈൽ ഉണ്ടോന്ന്, അത് കഴിഞ്ഞ് മതി വേറെ ഏതെങ്കിലും സാധനം ഉണ്ടോന്ന് നോക്കുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. പിന്നെ ദിവ്യ മാം പറഞ്ഞ പോലെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാറുണ്ട്. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു മേഘ മാം. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയിട്ടുണ്ട്. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയാൽ വീട്ടിൽ 7 മണിക്കൊക്കെയാണ് കയറുന്നത്. 7 മണിക്ക് ചിലപ്പം ചില സമയങ്ങളിൽ നേരത്തെ വരും, ചില സമയങ്ങൾ മിക്കവാറും 7 മണി കഴിയും. അപ്പോൾ പിന്നെ ജോലി പല പല ജോലിയായിട്ടാണ്, ഒരേ രീതിയിലുള്ള ഒരു ജോലിയുമല്ല. അപ്പോൾ ചിലപ്പോൾ ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ഇരുന്ന് അതിൽ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പിന്നീട് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണം പോലെ ആയി. ഞാൻ ഇവിടെ തന്നെ റെസ്റ്റ് റൂം ഉണ്ട്, വന്ന് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കുന്നതിന് വരെ ഞാനങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലൊരു പരിപാടിയാ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, ജപ്പാനിലൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ ഓഫീസിൽ അങ്ങനെ ഒരു സാധനം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം ചിലപ്പോൾ നമ്മുടെ ഡയഡാകുമ്പോൾ ഒരു 10 മിനിറ്റ് ഉറങ്ങി നമ്മൾ ഭയങ്കര ഫ്രഷ് ആവും. അത് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ ഈ രാവിലെ പിന്നെ കുറച്ച് മുന്നേ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു നമ്മുടെ ചിന്തയുടെ കുഴപ്പമായിരിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റു അപ്പോഴെനിക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനും കൂടി ആയിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്കും കൂടി ഒന്ന് റെസ്റ്റ് ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ അത് മൈൻഡിന്റെ ഒരു ചിന്താഗതിയുടെ ആയിരിക്കാം. പിന്നെ ഈ സാറ് പറഞ്ഞില്ലേ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഞാനത് അരമണിക്കൂർ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ വർക്കിലേക്ക് എത്താൻ പറ്റുന്നില്ല ഒട്ടും.
നമുക്കത് വായിച്ച് എടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അത് എന്തോ മുന്നേയൊക്കെ ഇങ്ങനെ കുറെ 2-3 മണിക്കൂർ ഇങ്ങനെ ഇരുന്നത് കൊണ്ടായിരിക്കും, ആ ശീലം അല്ലല്ല ആയതുകൊണ്ടായിരിക്കും. മാഡം, ഷൈനി മാം, ഞാൻ പറഞ്ഞ ഞാൻ ഉം. അന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയെ പോയിക്കോട്ടെ. ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞു വെച്ചാല് ഒട്ടും അറ്റൻഷൻ സ്പീക്കിംഗ് ഇല്ലാത്തവർക്കാണ് അരമണിക്കൂർ. ഇഫ് യു ക്യാൻ സിറ്റ് ഫോർ 2 hours 3 hours ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പോ 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരോടാണ് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. യു ക്യാൻ മാക്സിമം പറയുന്നത് 60 മിനിറ്റ് ആണല്ലോ. ഒരു 60 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എടുക്കണം എന്ന് പറയാം. ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്താൽ നമുക്കത് ഭയങ്കര ഫ്രഷ്നെസ് കിട്ടും എന്ന് പറയാം. 2 hours ഒക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഹാവിങ് സോ മച്ച് കപ്പാസിറ്റി. അപ്പൊ അത് ചെയ്യാന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കിടന്നുറങ്ങാം, അത് കുഴപ്പമില്ല. അതല്ല സാർ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ കാര്യങ്ങളാവുമ്പോഴത്തേക്ക്, കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യണ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുക പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ സാർ പറഞ്ഞതുപോലെ ഇരിക്കാൻ പറ്റില്ല. അത് അരമണിക്കൂർ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം തന്നെ ഇന്നലെ രാത്രി റോഡ് ചെക്കിംഗ് ആയിരുന്നു. അതൊരു 3 മണിക്കൂർ കണ്ടിന്യൂസ് 3-4 മണിക്കൂർ നിൽക്കുന്ന പണിയായിരിക്കും. അപ്പോഴൊന്നും നമുക്ക് അതിലൊന്നും പറ്റില്ല. പിന്നെ അത് വണ്ടിയിൽ കയറി ഇരുന്നിട്ടായിരിക്കും പിന്നീട് റെസ്റ്റ് എടുക്കുക. അപ്പൊ ഓരോ സ്വഭാവം അനുസരിച്ചിട്ടാണ്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ മെമ്മറി ടെസ്റ്റ്, അത് ഞാൻ എന്തായിരുന്നാലും നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു പുതിയൊരു കാര്യമാണ് പഠിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. നല്ല ക്ലാസ് താങ്ക് ആയിരുന്നു. യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ക്വസ്റ്റ്യൻസ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ ഡീപ് വർക്ക് പാർട്ട് 2 നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഓസ്റ്റിൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. Thank you, sir. Thank you so Thank you. much. Thank you, sir. Thank you all.